വചനജായ 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 വചനജായ. ഏറ്റവും മഹനീയവും വിശുദ്ധവുമായ ഒരു യജ്ഞത്തിൻ്റെ അവസാന പാദങ്ങളിലാണെന്ന്, ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുവാനുള്ള അവസാന ദിനങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു മുന്നോടി. സഖറിയാസ് പ്രവാചകൻ 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്ന, സിയോൻ പുത്രി ആഹ്ലാദിച്ചാനന്ദിച്ചാലും നിൻ്റെ രാജാവ് വിനയാന്യുതനായി ഒരു കഴുതപ്പുറത്ത് കടന്നു വരുന്നു. ഒരു മനോഹരമായ ഒരു പ്രഘോഷണമാണിത്. കാത്തിരുന്ന രാജാവ് സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ തങ്ങൾ അനുഭവിക്കുന്ന അടിമത്തത്തിൻ്റെയും അനീതിയുടെയും മരണത്തിൻ്റെയുമൊക്കെ ഇടയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുവാൻ ഒരുവൻ വരുന്നു എന്നുള്ള വാഗ്ദാനം നിറവേറപ്പെടുമ്പോൾ തങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു രാജാവല്ലെങ്കിൽ തന്നെയും ആഹ്ലാദത്തിന് ക്ഷണിക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ അറിഞ്ഞോ അറിയാതെയോ ദുർമേധസ് കൊന്നുകൂടി കഴിയുമ്പോൾ അവയെ മാറ്റുവാനായി നാം പരിശ്രമിക്കുന്നു. അതുപോലെ നമ്മളുടെ ദൈവീക ജീവിതത്തിൻ്റെ അവനുമായി ചേർന്നുള്ള യാത്രയുടെ മധ്യേ എവിടെ നിന്നെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ കടന്നു കയറിയിട്ടുള്ള ഈ ദുർമേധസ് പോലെ എൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിൽ നിന്ന്, എൻ്റെ കൂടെയുള്ളവരിൽ നിന്ന് എന്നെ അകറ്റുന്ന ചില കാര്യങ്ങളെ ഒന്ന് മാറ്റുവാൻ, നന്മയിലേക്ക്, മനസ്സിൻ്റെ, ജീവിതത്തിൻ്റെ, ജീവൻ്റെ ആരോഗ്യത്തിലേക്ക് ഒന്ന് തിരികെ വരുവാൻ വേണ്ടിയുള്ള ഈ യജ്ഞം അവസാനിക്കുവാനുള്ള ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മുൻപിലെടുത്തു വയ്ക്കുന്നത് വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ്. രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് കിട്ടുന്നത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു രാജാവിനെയല്ല. തങ്ങൾ നശിച്ചു പോകുകയാണെന്ന് ചിന്തിച്ചിരുന്ന ജനതയ്ക്ക് പ്രതീക്ഷയുടെ വക നൽകി ആഹ്ലാദിക്കുവാനും സന്തോഷിക്കുവാനും പ്രവാചകനിലൂടെ ദൈവം അവരെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ഇത് യേശുവിൻ്റെ സഹനങ്ങളുടെ പൂർത്തീകരണമാണ്. സഹനത്തിൻ്റെ ഹൃദയമാണിവിടെ. സഹനത്തിൻ്റെയും വഞ്ചനയുടെയും തിരസ്കരണത്തിൻ്റെയും ഒറ്റുകൊടുക്കലിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് ഒരിക്കലും തകർക്കപ്പെടാൻ സാധിക്കാത്ത പിതാവിലുള്ള ആശ്രയബോധം അവൻ നമ്മോട് വെളിപ്പെടുത്തുമ്പോൾ അവസാന പ്രാർത്ഥന കൂടിയുണ്ട്, ദൈവമേ, ഇവർ ചെയ്യുന്നതെന്താണെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. വിജയവും ദുരന്തങ്ങളും, സ്തുതിയും തിരസ്കരണവും, മഹത്വവും സഹനവും, ജീവനും മരണവും ഇവിടെ സാവധാനത്തിൽ വെളിച്ചത്ത് വരികയാണ്. ഇത് നമ്മുടെ ജീവിതാവസ്ഥയാണ്. വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ എൻ്റെ വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തിൽ യേശുവിൻ്റെ പീഡാസഹനങ്ങളുമായി ചേർത്തു വയ്ക്കുവാൻ എനിക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ രക്ഷ പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നവന് മുൻപിൽ ഒലിവിൻ ചില്ലകളും അതോടൊപ്പം തന്നെ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളുമെല്ലാം വിരിച്ച് അവന് വേണ്ടി അവർ വഴിയൊരുക്കുമ്പോൾ ഇത് കടന്നു വരുന്ന രാജാവിന് വേണ്ടിയുള്ള വഴിയൊരുക്കൽ തന്നെയാണ്. കടന്നു വരുന്നവൻ രാജാവ് വിജയശ്രീലാളിതനായി കുതിരപ്പുറത്ത് വരുന്നത് പോലെയല്ല. യുദ്ധത്തിൻ്റെ, അക്രമത്തിൻ്റെ, കൊലപാതകത്തിൻ്റെ, അനീതിയുടെ രാജാവല്ല. നേരെമറിച്ച് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഒരു രാജാവ് വിനയാന്യതനായി ഒരു കഴുതയുടെ പുറത്ത് കടന്നു വരുന്ന ഒരു ചിത്രം. ശിഷ്യത്വത്തിൽ വ്യത്യസ്തമായ വെളിച്ചത്തിൻ്റെയും ഇരുളിൻ്റെയും നിമിഷങ്ങളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ദൈവം പുതിയൊരു മുഖം എൻ്റെ മുൻപിൽ എടുത്തു വയ്ക്കുമ്പോൾ തിരസ്കരിക്കപ്പെടുന്ന യേശുവിൻ്റെ മുഖം ഞാൻ കണ്ടെത്തുകയാണ്.
എന്നെ നിരാകരിക്കുന്ന പത്രോസും എന്നാൽ തിരികെ വരുവാൻ അവനെ ഒരുക്കുന്ന അവൻ്റെ മനസ്താപവും പശ്ചാത്താപവും. കൂടെ നിന്ന് ഏറ്റവും മഹത്വമേറിയ സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനത്തിലൂടെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് സ്വന്തം ആഗ്രഹപൂർത്തീകരണത്തിനായി സമ്പാദിച്ചു കൂട്ടിയിട്ട് സ്വയം ജീവിതം ഹനിച്ചു കളയുന്ന യുദാസും ഇവിടെയുണ്ട്. വിശ്വസ്തയോടെ കുരിശിൻ കീഴിൽ നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീജനങ്ങൾ ദൈവ ആശ്രയബോധത്തിൻ്റെ ശക്തമായ അടയാളം. യേശുവിനെ നിഷ്കളങ്കനായി അവസാന നിമിഷത്തിൽ ലോകത്തിനു മുൻപിൽ പ്രഖ്യാപിക്കുന്ന ഒരു ശതാധിപനുണ്ട്. ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുകയും അടുത്ത നിമിഷം ഇവനെ കുരിശിൽ തറച്ച് കൊല്ലണമെന്ന് ആക്രോശിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളിവിടെയുണ്ട്. വിശ്വാസ സമൂഹത്തെ ഒറ്റയായി ആക്രമിക്കാതെ കൂട്ടമായി ചേർന്ന് നീതിയുടെ മുഖമണിഞ്ഞ് വിശ്വാസ സമൂഹത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന് നടുവിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ നശിപ്പിച്ച് അവൻ്റെ മുകളിൽ മറ്റ് പുതിയ കൊടിയുയർത്തുവാൻ അവൻ ശ്രമിക്കുമ്പോഴും ദൈവത്തിലുള്ള വിശ്വസ്തത, സമർപ്പണം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്ന യേശു മനോഹരമായ ഒരടയാളമായി നിൽക്കുകയാണ്. മകളെ രക്ഷിക്കുവാൻ കരഞ്ഞു പ്രാർത്ഥിച്ച പിതാവും സഹോദരൻ്റെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നപ്പോൾ സന്തോഷിച്ച് തൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിച്ച സഹോദരിമാരും, തളർവാദ രോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് ഏറ്റവും സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് ചാടി എഴുന്നേറ്റു പോയവനും, യേശു നൽകിയ ജീവിതാവസ്ഥയിൽ ജീവിക്കുവാൻ തയ്യാറായപ്പോൾ അത്രയും നാൾ കൂനി നടന്നിരുന്നവൾ സമൂഹത്തിൽ ധൈര്യപൂർവ്വം ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ച് യാത്ര തുടർന്ന ആ സ്ത്രീയും നമുക്ക് മധ്യേയുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളുടെ വെല്ലുവിളികളുടെ നടുവിലെ ദിനങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത്. അവൻ്റെ സഹനവും മരണവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായി മാറുകയാണ്. അവനോടൊപ്പം നാം ചേരുന്ന ദിനങ്ങൾ. ഈ ഓശാന ഞായർ സന്തോഷത്തിൻ്റെ ദിനമായി ആഘോഷിക്കുമ്പോഴും നാം അറിയാതെ അതിനുള്ളിൽ അന്തർലീനമായി കിടക്കുന്ന വരും ദിനങ്ങളിലെ സങ്കടങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. അവൻ്റെ സഹനവും മരണവുമൊക്കെ ഇതിൻ്റെ ഭാഗമായി മാറുമ്പോൾ അവൻ നമ്മോട് പറയുന്നതും ഇതിനപ്പുറത്തുള്ള ഉയർപ്പിനെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കാണുവാനാണ്. ഒരിടത്ത് രക്ഷ നൽകാമെന്ന് പറഞ്ഞ് നമ്മെ കൂടെ പിടിച്ചിരുത്തുന്നവർ മറുവശത്ത് നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കുന്ന കാഴ്ച യാഥാർത്ഥ്യമാണ്. തന്നെ മുഴുവനായി നിനക്ക് നൽകാമെന്ന് പറഞ്ഞവനും പറഞ്ഞവളും മറ്റു ചിലർ നൽകുന്ന ശീതള ഊഷ്മളത നേടുവാൻ വേണ്ടി കൂടെയുള്ളയാളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇത് ഗുരുവിനെ ഉപേക്ഷിച്ച, ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ച, മക്കളെ ഉപേക്ഷിച്ച, മാതാപിതാക്കളെ ഉപേക്ഷിച്ചവർക്ക് തുല്യം തന്നെയാണ്. കൂടെയിരുന്ന് അത്താഴമുണ്ണുന്നവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്, തിരസ്കരിക്കുമെന്ന്, വിൽക്കുമെന്ന്, ഓടി അകലുമെന്നും തിരിച്ചറിയുന്ന നിമിഷത്തിലും അവരോട് വെറുപ്പില്ലാതെ അവരുടെ കൂടെയിരുന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി നൽകി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവും നമ്മുടെ മുൻപിലുണ്ട്. വിശ്വസിച്ചവനാൽ വഞ്ചിക്കപ്പെടുമ്പോൾ, തന്നിൽ നിന്ന് ഓടിയൊളിക്കുമ്പോൾ ഇവർക്കിടയിൽ നീ ആരാണ്? നിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമെന്താണ്? ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ നാം ഓർക്കുന്ന ദിനങ്ങളിലേക്കാണ് ഈ ഓശാന ഞായർ നമ്മെ ക്ഷണിക്കുന്നത്. 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, നീ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ട്. നിൻ്റെ തെരഞ്ഞെടുപ്പുകൾ ബാധിക്കുന്നത് നിന്നെ മാത്രമല്ല, നിൻ്റെ കൂടെയുള്ളവരെയും നിൻ്റെ സമൂഹത്തെയും കൂടിയാണ്. നിൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ, നിൻ്റെ സംസർഗത്തിൻ്റെ, നീ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൻ്റെ ആകത്തുകയാണ് വരുവാനിരിക്കുന്ന ദിനങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഉയർപ്പും. 2, ഒരു ദൈവവിശ്വാസി എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി നീ ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നാൽ അതോടൊപ്പം വിശ്വാസ കൂട്ടായ്മയുമായി നിനക്കുള്ള ബന്ധമെന്താണ്? പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ഞാൻ ദൈവവിശ്വാസിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ല. നേരെ മറിച്ച് ദൈവവിശ്വാസിയായ നീ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? വിശ്വാസ കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് ചേരുവാൻ നീ തയ്യാറാകുന്നുണ്ടോ? നിൻ്റെ കൂദാശ ജീവിതം, വിശ്വാസ ജീവിതം, സഭയുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ഇപ്രകാരമാണ്.
വിശ്വാസിയായി നീ ജീവിക്കുമ്പോഴും സ്വയം ന്യായീകരിച്ച് വ്യക്തിപരമായ ജീവിതവുമായി മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴും സഭയുമായി നിനക്കൊരു ബന്ധമില്ലെങ്കിൽ പിന്നെ ഈ കൂട്ടായ്മയുടെയും ശിഷ്യത്വത്തിൻ്റെയും അവൻ കൂടെയുള്ളവർക്ക് വിളമ്പി നൽകിയതിൻ്റെയും കൂടെയുള്ളവരെ സൗഖ്യപ്പെടുത്തിയതിൻ്റെയും കൂടെയുള്ളവർക്ക് വേണ്ടി കുരിശിൽ മരിക്കുവാൻ തയ്യാറായതിൻ്റെയും അർത്ഥമെന്താണ്? നിൻ്റെ മാനസാന്തരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അർത്ഥങ്ങൾ എന്താണ്? ഇത്രയും ദിവസം നീ കടന്നു പോന്നപ്പോൾ നീ നടത്തിയ എടുത്ത നല്ല തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളുടെ തുടർച്ചയായി നീ ജീവിച്ച സാഹചര്യങ്ങളുണ്ട്. നിൻ്റെ പ്രായശ്ചിത്ത പ്രവൃത്തികളുണ്ട്, പരസ്നേഹ പ്രവൃത്തികളുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, ദൈവത്തിങ്കിലേക്കും കൂടെയുള്ളവരിലേക്കുമുള്ള തിരിച്ചുവരവുണ്ട്. എന്നാൽ വ്യക്തിപരമായ വിശ്വാസത്തിലൂടെ മാത്രമാണ് നീ മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇവയുമായുള്ള നിൻ്റെ ബന്ധമെന്താണ്? കൂടെയുള്ളയാളിൻ്റെ മമത മൂലം നിൻ്റെ വിശ്വാസത്തിന് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നീ പോയിട്ടുണ്ടെങ്കിൽ, മറ്റു മതവിശ്വാസികളാവാം, സമൂഹത്തിലുള്ള മറ്റു കാര്യങ്ങളാവാം, അവരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നിൻ്റെ വിശ്വാസത്തെ, നിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെ അനുരഞ്ജനത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളെ മാറ്റിവെച്ചിട്ട് അരുതാത്ത കാര്യങ്ങളിലേക്ക് നീ പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അർത്ഥമെന്താണ്? പാരമ്പര്യങ്ങളുടെ അഹങ്കാരത്തിൽ, അറിവിൻ്റെ അഹങ്കാരത്തിൽ നീ മുന്നോട്ട് പോയപ്പോൾ ദൈവികമായ കാഴ്ചപ്പാടുകളിലേക്ക് വരുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? 3, നിൻ്റെ സമ്മർദ്ദങ്ങളുടെയും സഹനങ്ങളുടെയും വിശ്വാസപൂർവമായ വളർച്ചയിൽ ദൈവത്തിന് നീ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിൻ്റെ യേശുവിൻ്റെ സഹനങ്ങളുമായി നിൻ്റെ ഈ പറയുന്ന സഹനങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും നിമിഷങ്ങളെ ചേർത്ത് വയ്ക്കുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? നിന്നെ കൂടെയുള്ളവർ തിരസ്കരിച്ചപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടയാൾ ജീവിത പങ്കാളിയാവാം, മക്കളാവാം, മാതാപിതാക്കളാവാം, എന്നും നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നവർ മറ്റിടങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാര രീതികളിലേക്കും പ്രവർത്തന രീതികളിലേക്കും വന്നപ്പോൾ അരുതെന്നവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് മോശമായി ഭവിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞിരുന്നിട്ടും അവർ നിന്നോട് മോശമായി പെരുമാറിയപ്പോൾ ഈ സഹനങ്ങളെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ കുരിശിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? മാറിപ്പോകാനല്ല, മറിച്ച് യേശുവിനെപ്പോലെ മാനുഷികമായ നമ്മളുടെ ബലഹീനതകളുടെയും കുറവുകളുടെയും മുൻപിൽ നിന്നുകൊണ്ട് ദൈവമേ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള കരച്ചിലുണ്ടായിരിക്കാം. എന്നാൽ ഈ നിലവിളിക്ക് മുൻപിൽ അവസാനം അവൻ പറഞ്ഞതുപോലെ പറയുവാൻ സാധിക്കണമെങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറണം. ഇവിടെ ക്ഷമ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചോദ്യങ്ങളുണ്ടാവാം, എന്നാൽ എനിക്ക് ദൈവം ഉത്തരം നൽകണമെന്നില്ല. കാരണം ഈ ഉത്തരങ്ങൾ എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ഉയർപ്പിലൂടെയാണ്. യേശുവിൻ്റെ സഹനവും മരണവും കുരിശും മരണവുമൊക്കെ ഉയർപ്പിൻ്റെ പ്രതീക്ഷയിലേക്ക് നമ്മെ നയിക്കട്ടെ. ഈ ഓശാന ഞായർ നാം സാഘോഷം കൊണ്ടാടുമ്പോൾ തീർച്ചയായും സിയോൻ പുത്രി ആഹ്ലാദിച്ചാനന്ദിക്കുക. കാരണം നിൻ്റെ രാജാവ് വിനയാന്യതനായി ഒരു കഴുതപ്പുറത്ത് വരുന്നു. എന്നാൽ ഓർക്കുക, വരുന്നവൻ നടന്നെടുക്കുന്നത് സഹനത്തിലേക്കും കുരിശുമരണത്തിലേക്കുമാണ്. നാം ഈ വിശ്വാസവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതം സഹനപൂർണ്ണമായിരിക്കും, കുരിശതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ നമുക്ക് ഈ സഹനത്തെയും കുരിശിനെയും ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കാം. കാരണം നാം ഉയർപ്പിക്കപ്പെടേണ്ടവരാണ്, ഉയർപ്പിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഓശാന തിരുനാളിൻ്റെ എല്ലാ നന്മകളും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. വചനജായ 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 വചനജായ